മുസ്ലിം സൊസൈറ്റിയിൽ നടക്കുന്ന വളരെ വളരെ ശക്തമായ രീതിയിൽ ഈ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അതായത് ഏതെങ്കിലും ഒരു മഹാന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വല്ലാത്ത, അതായത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലൊക്കെ പെട്ടുണ്ടാവും, പ്ലെയിൻ പിടിച്ചു നിർത്തുന്ന ആൾക്കാർ, ട്രെയിൻ പിടിച്ചു നിർത്തുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ആ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കുറെ പണ്ഡിത സമൂഹങ്ങൾ വരികയും അവരുടെ കൂടെ കുറെ ആളുകൾ കൂടുകയും അങ്ങനെ അവരെ ഒരു സൊസൈറ്റിയെ അവരെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. അപ്പൊ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. അതാരും പ്രതികരിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും രാഷ്ട്രീയമായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അത് രാഷ്ട്രീയമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഉദാഹരണമായിട്ട് ഒരു പണ്ഡിതൻ പ്രവാചകന്റെ ഇതെന്ന് പറയുന്ന ഒരു മുടി കൊണ്ടുവരുന്നു, എന്നിട്ട് അത് കന്നാസിലാക്കി വിൽക്കുന്നു. അപ്പൊ ഞാനൊരു വേറെ പണ്ഡിതനോട് പറഞ്ഞു, അദ്ദേഹം ജനനന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ മൊത്തം വെള്ളം എടുക്കുന്ന ആലുവ പുഴയിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെയൊക്കെ വെള്ളം വരുന്നത്. ആ ടാങ്കിൽ കൊണ്ടേ മുക്കിയാൽ മതിയില്ലേ? മുഴുവൻ ആളുകൾക്കും അതിൻ്റെതായ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും. അത് ഞാൻ പറയുന്നതല്ല, അത്തരത്തിലെ ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു സംഘം, ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിനെതിരെ പ്രതികരിക്കണം. അത് ശരിക്കും ഇസ്ലാം അല്ലാതെ, ഞാനൊരു മതവിശ്വാസിയാണ്, ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. പക്ഷെ ഞാൻ പഠിച്ച ഇസ്ലാമിലൊന്നും അതില്ല, അങ്ങനെ സംഭവമില്ല. അപ്പൊ ആ തെറ്റായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തിനെതിരെയും പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് കലാകാരൻ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നത് മുമ്പ് മമ്മൂട്ടിയുടെ ഡയലോഗ് ഞാൻ പറയാം. മായാവി രാജമാണിക്കുന്ന സിനിമയില് മമ്മൂട്ടി പറയുന്നുണ്ട്, മുള കണ്ടാൽ ഇടപെട്ടു. അപ്പോൾ മുള കണ്ടാൽ ഇടപെട്ടു ഒരു കൺസെപ്റ്റ് ഇന്നാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ആ സൊസൈറ്റിയിൽ ഇത്രയും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടും അനുഭവിച്ച ഒരു വല്ലാത്ത പ്രതിസന്ധിയുണ്ട്. ഇത് സത്യത്തിന് രോഹിത് വെമുല, നിങ്ങൾക്കറിയാം, രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ഉണ്ടാവുന്നു. കാരണം അത് ഈ ജാതി വ്യവസ്ഥ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ. അല്ലാതെ ഇപ്പൊ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു വിഭാഗമില്ല ലോകത്തെവിടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ചിന്ത പോകില്ല. പക്ഷെ വിദ്യാഭ്യാസവും അവരുടെ കുറച്ച് ചിന്താശേഷിയുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന വലിയൊരു വിഷയമുള്ളത്. അപ്പൊ അത് ശരിക്കും ഇപ്പോഴും അഡ്രസ് ചെയ്യാതെ പോവുകയും അത് ഇപ്പോഴും അത് സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ 100 വർഷം മുമ്പ് നാരായണ ഗുരുവും അല്ലെങ്കിൽ അയ്യങ്കാളിയും സഹോദര അയ്യപ്പനും അല്ലെങ്കിൽ പൊയ്കയും അപ്പച്ചനും അങ്ങനെ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു വെച്ച പ്രവർത്തികളിൽ നിന്നും എത്രത്തോളം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം, ഗുരുവായൂരമ്പലത്തിന് ഒരു പാചകക്കാരെ ക്ഷണിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തില് പാചക കലയിൽ ബിരുദം നേടിയ 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളെ വിളിക്കുന്നതിന് പകരം ഒരു മലയാള ബ്രാഹ്മണൻ വേണമെന്ന് നിർബന്ധിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നു എന്നുള്ള എനിക്ക് പിക്ചർ അതിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ചിന്തകളാണ് ഈ നിഴൽ വ്യാപാരികൾ. ഇവരെ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവര് നിഴൽ വ്യാപാരികൾ എന്നുള്ള പേര് നമുക്ക് കൊടുക്കുന്നത്. ഈ വ്യവസ്ഥയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് അവർ നിഴൽ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ നമ്മൾ നാമകരണം ചെയ്തത്.